സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഗൾഫ് സഹകരണ കൗൺസിൽ അഥവാ GCC രാജ്യങ്ങളിലെ പ്രവാസികൾ ഉൾപ്പെടെയുള്ള താമസക്കാർക്ക് ഉംറ നിർവഹിക്കുന്നതിന് മക്കയിലെ മസ്ജിദ് സന്ദർശിക്കുന്നതിനുമുള്ള വഴികൾ കൂടുതൽ ലളിതമാക്കിയതായി സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം വ്യക്തമാക്കി. GCC നിവാസികൾക്ക് ഉംറ തീർത്ഥാടനം കൂടുതൽ എളുപ്പമാക്കുന്നതിനാണ് പുതിയ സംവിധാനങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. ഏതെങ്കിലും ഗൾഫ് രാജ്യത്ത് താമസിക്കുകയും ഉംറ നിർവഹിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ മക്കയും മദീനയും സന്ദർശനത്തിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്നും എക്സിലെ സന്ദേശത്തിൽ മന്ത്രാലയം അറിയിച്ചു. എളുപ്പമായ യാത്ര ഉറപ്പാക്കാൻ ഒന്നിലധികം എളുപ്പവഴികൾ ലഭ്യമാണെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. GCC രാജ്യങ്ങൾക്ക് ഉംറ തീർത്ഥാടനം നിർവഹിക്കുന്നത് 3 വിസ ഓപ്ഷനുകൾ ലഭ്യമാണെന്ന് മന്ത്രാലയം എക്സ് പ്ലാറ്റ്ഫോമിലെ സന്ദേശത്തിൽ അറിയിച്ചു. അതിലൊന്ന് ഉംറ വിസ ഓപ്ഷനാണ്. നുസുക് പ്ലാറ്റ്ഫോം വഴി ഒരു ഉംറ പാക്കേജ് സ്വന്തമാക്കാൻ എളുപ്പത്തിൽ സാധിക്കും. മറ്റൊരു സംവിധാനം ടൂറിസ്റ്റ് വിസയാണ്. സൗദി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് വഴി ടൂറിസ്റ്റ് വിസ ലഭിക്കും. സൗദി ടൂറിസ്റ്റ് വിസ ലഭിക്കുന്നതിന് ഓൺലൈനായി അപേക്ഷിക്കാം. ഇതിന് GCC നിവാസികൾ കുറഞ്ഞത് 3 മാസമെങ്കിലും കാലാവധിയുള്ള ഒരു GCC റെസിഡൻസി ഉണ്ടായിരിക്കണം. അതുപോലെ സൗദി പോർട്ടലിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു തൊഴിലും ഉണ്ടായിരിക്കണം. ടൂറിസ്റ്റ് വിസയിൽ രാജ്യത്ത് എത്തുന്നവർക്ക് അതുപയോഗിച്ച് ഉംറ തീർത്ഥാടനം നിർവഹിക്കാം. ഉംറ നിർവഹിക്കുന്നതിനുള്ള 3ാമത്തെ ഓപ്ഷൻ ട്രാൻസിറ്റ് വിസയാണ്. സൗദി അറേബ്യൻ എയർലൈൻസിലോ ഫ്ലൈനാസിലോ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്കിങ്ങിലൂടെ ട്രാൻസിറ്റ് വിസ ലഭ്യമാണ്. മദീനയിലെ പ്രവാചകന്റെ മസ്ജിദിൽ പ്രാർത്ഥിക്കാൻ പ്രത്യേക അനുമതി വേണമെന്നും അത് നുസുക് ആപ്പ് വഴി ലഭിക്കുമെന്നും മന്ത്രാലയം സന്ദേശത്തിൽ കൂട്ടിച്ചേർത്തു. പുണ്യനഗരങ്ങളായ മക്കയിലേക്കും മദീനയിലേക്കും കൂടുതൽ പ്രവേശനം നൽകിക്കൊണ്ട് ഗൾഫ് മേഖലയിലുടനീളമുള്ള നിവാസികൾക്ക് തീർത്ഥാടനം എളുപ്പമാക്കുന്നതിനാണ് ഈ പുതിയ നീക്കം. അടുത്ത കാലത്തായി കൂടുതൽ ഉംറ തീർത്ഥാടകരെ ആകർഷിക്കുന്നതിനായി മുന്നോട്ടുവെച്ച വിവിധ ആനുകൂല്യങ്ങളുടെയും സൗകര്യങ്ങളുടെയും പശ്ചാത്തലത്തിൽ തീർത്ഥാടനത്തിന് എത്തുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ റമസാൻ മാസത്തിൽ മാത്രം 3 കോടി തീർത്ഥാടകർ ഉംറ നിർവഹിക്കാൻ എത്തിയിരുന്നു. രാജ്യത്ത് പ്രവാസികളെ നിയമിക്കുന്നതിൽ ശക്തമായ നിയന്ത്രണങ്ങൾ നിലനിൽക്കുമ്പോഴും കുവൈറ്റിലെ പ്രവാസികൾ ഉൾപ്പെടെയുള്ള തൊഴിൽ ജനസംഖ്യ 2.5% വർദ്ധിച്ചതായി കണക്കുകൾ. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ബ്യൂറോ പുറത്തിറക്കിയ കുവൈറ്റിലെ ഏറ്റവും പുതിയ തൊഴിൽ സേനാ സ്ഥിതിവിവര കണക്കുകൾ പ്രകാരമാണിത്. 2024 2ാം പാദം അവസാനത്തോടെ ഗാർഹിക തൊഴിലാളികൾ ഉൾപ്പെടെ ആകെ 29.27 ലക്ഷം തൊഴിലാളികളാണ് കുവൈറ്റിലുള്ളത്. 2023 2ാം പാദം അവസാനത്തോടെ 28.77 ലക്ഷം തൊഴിലാളികളായിരുന്നു രാജ്യത്തുണ്ടായിരുന്നത്. കുവൈറ്റിലെ മൊത്തം തൊഴിൽ ശക്തിയുടെ ഏകദേശം 26.9% ഗാർഹിക തൊഴിലാളികളാണെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഏകദേശം 7,86,000 ഗാർഹിക തൊഴിലാളികൾ രാജ്യത്ത് ജോലി ചെയ്യുന്നതായാണ് കണക്കുകൾ. മറ്റ് അറബ് രാജ്യങ്ങളെപ്പോലെ ഒമാനിലും ചില മേഖലകളിൽ സ്വദേശിവൽക്കരണം കൊണ്ടുവന്നിരുന്നു. സ്വദേശികൾക്ക് ജോലി നൽകുക എന്ന ലക്ഷ്യം വെച്ചാണ് പല മേഖലകളിലും ഈ തീരുമാനം ഒമാൻ സ്വീകരിച്ചത്. 2023 50.9% പ്രവാസി തൊഴിലാളികളെ പിരിച്ചുവിട്ട് എങ്കിൽ ഈ വർഷം ഇത് 37.98% റിപ്പോർട്ട്. ഇൻഫർമേഷൻ ടെക്നോളജി, കമ്മ്യൂണിക്കേഷൻസ് എന്നീ മേഖലകളിൽ ഒമാൻ സ്വദേശിവൽക്കരണം ഏർപ്പെടുത്തിയതിനാൽ ഈ മേഖലയിൽ നിന്നും പ്രവാസികളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. 49.1% പ്രവാസി തൊഴിലാളികളാണ് കഴിഞ്ഞ വർഷം ഈ മേഖലയിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഈ വർഷം 62.02% സ്വദേശികളുടെ എണ്ണം ഉയർന്നു. പ്രവാസി തൊഴിലാളികൾ 37.98% മാത്രമാണ് ഈ രംഗത്തുള്ളത്. ഗതാഗത ആശയവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം ആണ് ഇക്കാര്യം അറിയിച്ചത്. 2024 ജനുവരി മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ 1728 തൊഴിലവസരങ്ങളാണ് ഒമാനിലെ ഇൻഫർമേഷൻ ടെക്നോളജി, കമ്മ്യൂണിക്കേഷൻസ് മേഖലകളിൽ ഉണ്ടായത്. ഇതിൽ 80% സ്വദേശികളെയാണ് നിയമിച്ചിരിക്കുന്നത്. ഇവിടെയെല്ലാം ജോലിക്കായി നിയമിച്ച പ്രവാസികളുടെ എണ്ണം വളരെ കുറവാണ്. അതിനാൽ തന്നെ ഈ മേഖലയിൽ വലിയ ജോലി സാധ്യത ഒമാനിൽ ഇല്ലെന്നാണ് മനസ്സിലാക്കേണ്ടത്. 33 തസ്തികകളിൽ പുതുതായി ജോലിക്കായി അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ലീഡർഷിപ്പ്, സ്പെഷ്യലൈസ്ഡ്, ടെക്നിക്കൽ എന്നീ വിഭാഗത്തിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. സ്വദേശികൾക്ക് തന്നെയാണ് മുൻഗണന.
കമ്മ്യൂണിക്കേഷൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, ഗതാഗതം, ലോജിസ്റ്റിക്സ് മേഖലകളിൽ സ്വദേശികളെ മാത്രം നിയമിക്കുന്നത് സംബന്ധിച്ച് മന്ത്രാലയം നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. വിവിധ മേഖലകളിൽ ഒമാനികൾക്ക് മാത്രമായി ജോലി അനുവദിക്കും. പുതിയ തൊഴിലവസരങ്ങൾക്കൊപ്പം മാർഗരേഖ അധികൃതർ നേരത്തെ തന്നെ പുറത്തുവിട്ടിരുന്നു. സ്വദേശിവൽക്കരണ പദ്ധതികൾ കൂടുതൽ ശക്തമാക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. 2025 മുതൽ ഇതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും ആരംഭിക്കും. 2027 വരെ ഈ പ്രവർത്തനങ്ങൾ നീങ്ങും. തൊഴിൽ മന്ത്രാലയവുമായി ഏകോപിപ്പിച്ച് ആവശ്യമായ നടപടിക്രമങ്ങൾ ഈ സമയത്തിനുള്ളിൽ പൂർത്തിയാക്കും. ഗതാഗതം, ലോജിസ്റ്റിക്സ്, കമ്മ്യൂണിക്കേഷൻസ്, IT മേഖലകളിലായി നിരവധി പ്രവാസികളാണ് നിലവിൽ ഒമാനിൽ ജോലി ചെയ്യുന്നത്. സ്വദേശികൾ കൂടുതലായി വരുന്നത് വിദേശികളെ ബാധിക്കും. വിദേശികൾക്കുള്ള പുതിയ തൊഴിലവസരങ്ങൾ കുറയും. വിമാനങ്ങളിൽ ഹലാൽ ഭക്ഷണങ്ങൾ ഇനി മുതൽ പ്രത്യേക വിഭവമായിരിക്കുമെന്ന് എയർ ഇന്ത്യ അറിയിച്ചു. മുസ്ലിം യാത്രക്കാർക്ക് മാത്രമേ ഹലാൽ ഭക്ഷണം ലഭ്യമാകൂ. ഇത് മുൻകൂട്ടി ഓർഡർ ചെയ്യണമെന്നും എയർ ഇന്ത്യ അറിയിച്ചു. മുൻകൂട്ടി ബുക്ക് ചെയ്ത ഭക്ഷണങ്ങളിൽ മാത്രമേ ഇനി മുതൽ മുസ്ലിം മീൽ എന്ന് അടയാളപ്പെടുത്തുകയുള്ളൂ. ഇത് സ്പെഷ്യൽ ഫുഡ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തും. മുസ്ലിം മീൽ വിഭാഗത്തിന് മാത്രമേ ഹലാൽ സർട്ടിഫിക്കറ്റ് നൽകുകയുള്ളൂ എന്നും എയർ ഇന്ത്യ വ്യക്തമാക്കുകയായിരുന്നു. വിമാനത്തിലെ ഭക്ഷണത്തെ ചൊല്ലിയുള്ള സംവാദങ്ങൾ ഉടലെടുക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ നിലപാടുമായി എയർ ഇന്ത്യ രംഗത്തെത്തിയത്. അതേസമയം സൗദി അറേബ്യയിലേക്കുള്ള വിമാനങ്ങളിലെ എല്ലാ ഭക്ഷണ വിഭവങ്ങളും ഹലാലായിരിക്കും. ജിദ്ദ, ദമാം, റിയാദ്, മദീന എന്നിവിടങ്ങളിലേക്കുള്ള വിമാനങ്ങളിലെയും ഹജ്ജ് വിമാനങ്ങളിലെയും ഭക്ഷണങ്ങൾക്ക് ഹലാൽ സർട്ടിഫിക്കറ്റ് നൽകുമെന്ന് എയർ ഇന്ത്യയുടെ പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. യാത്രക്കാരുടെ സൗകര്യത്തിനനുസരിച്ച് ഭക്ഷണത്തിന് വ്യത്യസ്ത ഓപ്ഷൻ നൽകിയിട്ടുണ്ടെന്നും എയർ ഇന്ത്യ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് വിസ്താര എയർലൈൻ എയർ ഇന്ത്യയുമായി ലയിച്ചത്. ഇതോടെ കൂടുതൽ വളർച്ച കൈവരിച്ചിരിക്കുകയാണ് എയർ ഇന്ത്യ. എയർ ഇന്ത്യ വിസ്താര ലയനത്തിന് ശേഷമുള്ള ആദ്യ യാത്ര തിങ്കളാഴ്ച രാത്രി ദോഹയിൽ നിന്നും മുംബൈയിലേക്കായിരുന്നു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.